ആം, വളരെ കൃത്യമായ രീതിയിൽ തന്നെ എന്താണ് ഫോബിയ, എന്താണ് ഫോർമിഡോ എന്ന വാക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ അനിൽ ബ്രദർ അത് വിഷയം അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു കേൾക്കുന്ന എല്ലാവർക്കും തലച്ചോറുള്ള ഏത് മനുഷ്യനും അത് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാവുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്തിനാണ്? അവർ വിദ്യാഭ്യാസം നേടാൻ, പഠിപ്പ് നേടാൻ, അല്ലെങ്കിൽ അവർ ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ജോലിയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്. പക്ഷേ ടർക്കിയിലെ ഒരു അവസ്ഥ ഞാൻ പറയാം. അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഇടാം. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ആധികാരികത വേണമല്ലോ, അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ടർക്കിയിലെ ഒരു വിഷയം, ഇത് ഏതാണ്ട് 2022 ടർക്കിയിൽ നിന്നും വന്ന വാർത്തയുടെ ഒരു ഭാഗമാണ്. ഞാൻ ആ ലിങ്ക് ഞാൻ താഴെ ഇടാം, നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം. ടർക്കിയിൽ നിന്നും വരുന്ന വാർത്തകൾ എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. ടർക്കിയിൽ സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇതിന്റെ റിപ്പോർട്ടർ അബ്ദുള്ള ബോസ്കൂർട്ട് ആണ്. ഇതിന്റെ റിപ്പോർട്ടർ ടർക്കിഷ് പബ്ലിക് സ്കൂൾസ് ടെക്സ്റ്റ് ബുക്ക് പ്രൊമോട്ട് ആംഡ് ജിഹാദ്. ടർക്കിയിലെ പബ്ലിക് സ്കൂളുകളിൽ ആംഡ് ജിഹാദ് അല്ലെങ്കിൽ ആയുധപരമായ ജിഹാദുകൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഡെമോക്രാറ്റിക് പരമായിട്ട് നടക്കുന്ന ഒരു ഒരു രാജ്യത്ത് അവിടുത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റ് കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്നത് മറ്റുള്ളവനെ സഹായിക്കുക, അല്ലെങ്കിൽ അവന് വേണ്ടതായിട്ടുള്ള പഠിത്തവും വിദ്യാഭ്യാസവും അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലെ സ്കൂളുകളിൽ അതല്ല പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ജിഹാദ് എങ്ങനെ ചെയ്യണം, മറ്റുള്ളവന്റെ കഴുത്തിൽ എങ്ങനെ വാള് വെക്കണം, അവനെ എങ്ങനെ കൊലപ്പെടുത്തണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ടർക്കിഷ് പ്രസിഡന്റ് ഈസ് സീൻ വിത്ത് സ്റ്റുഡൻസ് ഇൻ ആൻ ഇമാം ഹാട്ടിബ്. ടർക്കിഷിലെ പ്രസിഡന്റ് ആ പിക്ചറിന്റെ അതിനകത്ത് ഈ ടോയ്ലറ്റ് ക്ലോത്ത് ഇട്ട പല പെൺകുട്ടികളെയും നമുക്ക് അവിടെ കാണാം. ഹിജാബിനെ ആണല്ലോ നമ്മൾ ടോയ്ലറ്റ് ക്ലോത്ത് എന്ന് വിളിക്കുന്നത്. ഈ ടോയ്ലറ്റ് ക്ലോത്ത് ഇട്ട പല പെൺകുട്ടികളും അവിടെ കാണാം. ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പുറകിൽ എർദോഗാനാണ് ഇരിക്കുന്നത്. പുറകിൽ എർദോഗാൻ ഇരുന്നിട്ട് ഈ പെൺകുട്ടികൾ ജിഹാദിനെ പറ്റി പഠിക്കുന്നുണ്ടോ, ആയുധപരമായ ജിഹാദിനെ പറ്റി പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പുള്ളി നിരീക്ഷിക്കുകയാണ്. ദ 12th grade religious course book used in public school in Turkey promotes armed jihad. 12ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന വിഷയമാണ് ആംഡ് ജിഹാദ് എങ്ങനെ ചെയ്യും, എങ്ങനെ കാഫിറുകളുടെ കഴുത്തിന് വെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആയുധപരമായിട്ട് അവരെ എങ്ങനെ നേരിടണം എന്നുള്ളത് 12ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. അവരെ ഫിസിക്സ് അല്ല പഠിപ്പിക്കുന്നത്, അവരെ കെമിസ്ട്രി അല്ല പഠിപ്പിക്കുന്നത്, ഹിസ്റ്ററി അല്ല പഠിപ്പിക്കുന്നത്, അവരെ ഇംഗ്ലീഷോ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ മറ്റ് ഇതര ലാംഗ്വേജസോ അല്ലെങ്കിൽ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളല്ല അവരെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിപ്പിക്കുന്നതാണ് എങ്ങനെയാണ് കാഫിറുകളെ കൊല്ലുക, ജിഹാദ് ചെയ്യുക. ഇഗ്നോറിംഗ് ദ അബ്യൂസ് ഓഫ് ജിഹാദ് കോൺസെപ്റ്റ് ബൈ വയലന്റ് ടെററിസ്റ്റ് ഗ്രൂപ്സ് such as Al-Qaeda and the Islamic State in Iraq and Syria. The textbook reflects the prevailing ideology of Islamic justice and development party. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഐഡിയോളജി, ഇസ്ലാമിക് ജസ്റ്റിസിൻ്റെ ഈ ഐഡിയോളജിയാണ് അവർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ പാർട്ടി, ഡെവലപ്മെന്റ് പാർട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വിച്ച് ഈസ് ലെഡ് ബൈ പ്രസിഡന്റ് റെസെപ് തയ്യിപ് എർദോഗാൻ ലീഡ് ചെയ്യുന്ന ഈ പാർട്ടിയെ പറ്റിയൊക്കെയാണ് ഇവർ പിള്ളേരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ വെസ്റ്റേൺ കൺട്രീസിൽ, സ്പെഷ്യലി ഈ നമ്മുടെ അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നതിൽ നമ്പേഴ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചില രാജ്യങ്ങളിൽ പെട്ടതാണ് ഈ ടർക്കി എന്ന് പറയുന്നത്. ടർക്കിയിൽ നിന്ന് ഇഷ്ടം പോലെ അഭയാർത്ഥികൾ കാനഡ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. എന്താണ് ഇവർ പഠിച്ചു വരുന്നത്?
ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഇറാഖിൽ നിന്ന് അഭയാർത്ഥിയായി ഓടിയ ഒരു സഹോദരനുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് ഈ റഷ്യയിൽ നിന്നുള്ള ഒരു ഐസിസ് തീവ്രവാദിയാണ് കുടുംബസമേതം അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് ഇറാഖിൽ താമസിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഒരു അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അഭയാർത്ഥികളോട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് 95 to 98% പോപ്പുലേഷൻ ഈസ് കമ്മിങ് ഫ്രം ദ ഇസ്ലാമിക് നേഷൻസ്. അവര് എല്ലാവരും മുസ്ലിങ്ങളാണ്. അവരുടെ മനസ്സിൽ നിന്നും ഇസ്ലാം പോയിട്ടില്ല. ഇസ്ലാമിന് വേണ്ടി അവർ എന്തും ചെയ്യുവാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ്. എന്തും ചെയ്യുവാൻ. ഇതൊരു ഫോബിയ അല്ല, ഇതൊരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള അകാരണമായ ഭയമല്ല. ഇസ്ലാം ഭീതി ചെലുത്തുന്നതാണ്. ഇസ്ലാം മനുഷ്യരെ ഭീതിയിലേക്ക് അകപ്പെടുത്തുന്നതാണ്. വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. കാരണം ഈ 12ാം ക്ലാസ്സിലെ പിള്ളേരെ ജിഹാദിന് വേണ്ടി അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ കഴുത്തിന് വെട്ടാൻ വേണ്ടിയിട്ട് ജിഹാദിന് വേണ്ടി ഇവർ ഇത് പഠിപ്പിക്കുമ്പോൾ, ടർക്കിയിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ഈ പിള്ളേര് എന്താണ് മുന്നിലോട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം, ഒരു മുസ്ലിമിന് സ്വർഗം കിട്ടണമെങ്കിൽ അവൻ മറ്റുള്ളവനെ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ മാത്രമേ അവന് സ്വർഗം കിട്ടത്തുള്ളൂ. അവൻ ഹജ്ജ് ചെയ്താലോ, അവൻ സക്കാത്ത് ചെയ്താലോ, അവൻ മറ്റുള്ളവന് ആഹാരം കൊടുത്താലോ, അല്ല അവൻ 5 നേരം നിസ്കരിച്ചാലോ, അവൻ എന്ത് പരിപാടി ചെയ്താലും, ഈ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവുമായ ഈ എന്ത് പരിപാടി ചെയ്താലും അവന് അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് കയറാൻ പറ്റത്തില്ല. അള്ളാഹുവിന്റെ ഹൂറിമാരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന 80,000 ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ പറ്റത്തില്ല. അവന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമേ ഉള്ളൂ. അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ കയറണമെങ്കിൽ സൂറത്ത് അൽ തൗബ അതിന്റെ 111 ആയത്ത് അവൻ ഫോളോ ചെയ്യണം. സൂറത്ത് അൽ തൗബ അതിന്റെ 111 ആയത്ത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വായിക്കാം. സൂറത്ത് അൽ തൗബ അതിന്റെ 111 ആയത്ത് ഞാൻ വായിക്കാം. ഇതാണ് പറയുന്നത്: തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് സ്വർഗമുണ്ടാകുക എന്നതിനു പകരമായി അവരുടെ ദേഹവും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗം കൊടുക്കുന്നതിന് പകരമായി അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് കയറുന്നതിന് അവർക്ക് പകരമായി അള്ളാഹുവിന്റെ മദ്യശാലയിലേക്ക്, അള്ളാഹുവിന്റെ ഈ മദ്യം ഒഴുകുന്ന ഈ ഹൂറിമാർ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ബാലന്മാരെ കിട്ടുന്ന ഈ വ്യഭിചാരശാലയിലേക്ക് കയറുന്നതിന് പകരമായി അള്ളാഹു അവരുടെ ശരീരവും അവരുടെ ധനവും, ഈ 2 സാധനവും ഇമ്പോർട്ടൻ്റ് ആ കേട്ടോ. ശരീരം കൊണ്ട് ഒരു മനുഷ്യന് ജിഹാദ് ചെയ്യുവാൻ, ഒരു മുസ്ലിമിന് ജിഹാദ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ ധനം കൊണ്ട് ജിഹാദ് ചെയ്യണം. അവൻ ധനം കൊടുത്തിട്ടാണെങ്കിൽ, അവന്റെ ജക്കാത്തിന്റെ ഭാഗമായ ധനം കൊടുത്തിട്ടാണെങ്കിലും അവൻ ജിഹാദ് ചെയ്താൽ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ അവന് കയറാം. ഇനിയും ധനം കൊടുക്കുന്നതിനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നതാണ് ശരീരം കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അടുത്തത് പറയുന്നു. എന്താണ്? അവരുടെ ദേഹവും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. ഹാസ് പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം കൊടുത്തിട്ട് മറ്റേ സാധനം വാങ്ങിക്കുന്ന പരിപാടിയാണ്. അള്ളാഹുവിന്റെ കയ്യിൽ ഇരിക്കുന്ന അള്ളാഹുവിന്റെ വ്യഭിചാരശാല അള്ളാഹു ഒരു മുസൽമാൻ, ഒരു മുഹമ്മദിയന് കൊടുക്കുമ്പോൾ അള്ളാഹു അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അവന്റെ ശരീരവും അവന്റെ ധനവുമാണ്. അതുകൊണ്ട് എന്തു ചെയ്യും? അങ്ങനെ അവർ കൊല്ലപ്പെടുകയും, അവർ ജിഹാദിന് വേണ്ടി കൊല്ലപ്പെടുക, അവർ മാർട്ടിയറായി തീരുക, അവൻ ഒരു മുജാഹിദായി, ഒരു മുജാഹിദീനായി അവൻ മാറുക, അവൻ കൊല്ലപ്പെടുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ യഹൂദന്റെ കഴുത്തിലേക്ക് കത്തി കുത്തി കയറ്റിയിട്ട് അവിടെ കൊല്ലപ്പെടുന്ന ഓരോ ഗാസയിലെ തീവ്രവാദിയും അവൻ കൊല്ലപ്പെടുമ്പോൾ അവന്റെ മാതാപിതാക്കളുടെ സന്തോഷം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? കാരണം അവൻ അവിടെ കൊല്ലപ്പെടുമ്പോൾ ഈ മാതാപിതാക്കൾക്കും അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് കയറാനുള്ള അനുവാദം അള്ളാഹു കൊടുക്കുന്നു. കാരണം അവൻ അതിന് അനുഗ്രഹം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് അവൻ കൊല്ലപ്പെടുക, അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അൾട്ടിമേറ്റ് ആയി ഒരു ജിഹാദി എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ കൊല്ലപ്പെടുക. ഇനിയും കൊല്ലപ്പെട്ടില്ലെങ്കിൽ അവൻ എന്തു ചെയ്യണം? അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ആദ്യം അവൻ കൊല്ലുക,
അവന്റെ കൈ വരുന്ന മുന്നിൽ വരുന്ന എത്ര എണ്ണത്തിനെ വെട്ടാൻ പറ്റുമോ, എത്ര എണ്ണത്തിനെ കുത്താൻ പറ്റുമോ അത്ര എണ്ണത്തിനെ കുത്തുക, കൊലപ്പെടുത്തുക. ജർമ്മനിയിൽ നടന്നതാണ്. റീസെന്റ് ആയിട്ട് നമുക്കറിയാം, ജർമ്മനിയിൽ ഒരു ജർമ്മൻ പോലീസുകാരൻ ഇസ്ലാമിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ പിടിച്ചടക്കി അവനെ താഴെ കുത്തിച്ചു വെച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജിഹാദി പുറകിൽ നിന്ന് വന്ന് ഈ ജിഹാദി 2-3 പേരെ ഓൾറെഡി കുത്തിയ ഈ ജിഹാദി പുറകിൽ നിന്ന് വന്ന് ഈ പോലീസുകാരന്റെ കഴുത്തിലേക്ക് കത്തി കുത്തി കയറ്റുകയായിരുന്നു. ആ പോലീസുകാരൻ ഇപ്പം റീസെന്റ് ആയിട്ട് മരണമടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, ഇവൻ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവൻ ആദ്യം കൊല്ലുക, കാഫിറിനെ അവൻ കൊല്ലുക. ഇത് ഫോബിയ ആണോ? കഴുത്തിലേക്ക് കുത്തി കയറുന്ന ഓരോ കത്തിയും അത് അകാരണമായിട്ടുള്ള ഭയമാണോ? ഒരിക്കലുമല്ല, കാരണമായിട്ടുള്ള ഭയമാണ്. കാരണം എന്തുവാ? വേദന എടുക്കും. കഴുത്തിലേക്കോ ശരീരത്തിലോട്ടോ നമ്മുടെ വിരലിന്റെ ഒരറ്റത്ത് ഒരു മുട്ടുസൂചി കയറിയാൽ നമുക്ക് വേദന എടുക്കും. ഇത് ഒരു കത്തി ഒരുത്തന്റെ കഴുത്തിലേക്ക് കുത്തിക്കയറ്റുന്ന പരിപാടിയാണ് ഇവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി? ഈ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ കൊല്ലുകയും കൊല്ലപ്പെടുകയും, അങ്ങനെ അവർ സ്വർഗാവകാശികളാകുന്നു. എന്താണ് അവർക്ക് കിട്ടുന്നത്? അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് അവർക്ക് നേരെ പാസ്പോർട്ട് കിട്ടുകയാണ്, നേരെ അവർക്ക് വീസ അങ്ങോട്ട് കിട്ടുകയാണ്. വേറെ ഒരുത്തനും അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് നേരെ കയറാൻ പറ്റത്തില്ല. ഒരു ജിഹാദിൽ കൊല്ലപ്പെടുന്നവന് മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാ മുസ്ലിങ്ങളും എവിടോട്ട് പോകണം? ബാക്കി എല്ലാ മുസ്ലിങ്ങളും ആദ്യം നരകത്തിലേക്ക് പോകണം. ഖുർആൻ 19 അതിന്റെ 71, 72 ആയത്തിൽ വളരെ കൃത്യമായി അള്ളാഹു ഓരോ മുസ്ലിമിനും ഓഫർ ചെയ്യുന്ന കാര്യം ഈ മുസ്ലിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് അവർ ജിഹാദിൽ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ജിഹാദിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവന് നരകത്തിലേക്ക് ഇറങ്ങേണ്ടിയ ആവശ്യമില്ല. പക്ഷേ ജിഹാദിലല്ല അവൻ കൊല്ലപ്പെടുന്നത്. അവൻ ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് ചെയ്യുന്നു, അവൻ ഒരു മുസ്ലിമിന് ആഹാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ 5 നേരം നിസ്കരിക്കുന്നു. ഇതെല്ലാം ചെയ്തതിനു ശേഷവും അള്ളാഹു അവനെ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ കയറ്റത്തില്ല. അള്ളാഹു എങ്ങോട്ട് കയറ്റും? നരകത്തിലേക്ക് കയറ്റും. ഖുർആൻ 19 അതിന്റെ 71 എന്താണ് പറയുന്നത്? അതിന് അകത്ത് വരാത്തവരായി, നരകത്തിന്റെ അടുത്തല്ല. ഇവന്മാരുടെ ഊടായ്പ എന്തുവാന്നറിയോ? ഇവന്മാര് പറയും അള്ളാഹു മുസ്ലിങ്ങളെ നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരെ യൂട്ടേൺ അടുപ്പിച്ച് നേരെ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയല്ല. നിങ്ങൾ ഇതിന്റെ ഈ ആയത്തിന്റെ ഏത് തഫ്സീർ എടുത്ത് വായിച്ചാലും അവിടെ കൃത്യമായി പറയുന്നു അതിനകത്ത് പോകാത്തവരായി. ഖുർആൻ 19 അതിന്റെ 71 അതിനകത്ത് വരാത്തവരായി നിങ്ങളിൽ. കാഫിറുകളിലല്ല കേട്ടോ. കാഫിറുകൾ ഓൾറെഡി അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ അള്ളാഹു നരകത്തിലേക്ക് തള്ളും. അതാ ഓൾറെഡി ഇവന്മാർക്ക് അറിയാം. പക്ഷെ ഇവിടെ പറയുന്ന ആരെന്തുവാ? അതിനകത്ത് വരാത്തവരായി എന്ന് പറഞ്ഞാൽ നരകത്തെ പറ്റിയാ പറയുന്നത്. മേളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ 69, 70 ഈ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അതിനകത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല. നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനമാകുന്നു ഇത് എന്ന് ഖുർആൻ പറയുന്നത് കൊണ്ട് ഓരോ മുസ്ലിമിനെയും അള്ളാഹു ആദ്യം നരകത്തിലേക്ക് എടുത്തു ചാടിപ്പിക്കും, കൊണ്ടുപോകും. എന്നിട്ട് ഫൈനലി അള്ളാഹുവും നരകത്തിൽ ചാടുമെന്ന് ഖുർആൻ 50 30 തഫ്സീർ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സഹിഹ് ബുഖാരി 48, 49 ഈ ഭാഗങ്ങൾ വായിച്ചാൽ അള്ളാഹുവും നരകത്തിൽ ചാടുമെന്ന് വളരെ കൃത്യമായിട്ട് ഖുറാനും ഹദീസും പറയുന്നത് കൊണ്ട് മുസ്ലിങ്ങളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഒരു മുജാഹിദിനെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഒരാൾ ജിഹാദിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ മറ്റുള്ളവനെ കൊല്ലുകയാണെങ്കിൽ അവന് നരകത്തിലേക്ക് പ്രവേശനമില്ല. അവനെ എവിടോട്ട് കൊണ്ടുപോകും? അവനെ നേരെ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക്, ആ ഹൂറിമാരുടെ അടുത്തേക്കും. രക്തം വരാത്ത ഈ ബാലന്മാരെ ഏതാണ്ട് 80,000 ബാലന്മാരാണ് കേട്ടോ. 80,000 ബോയ്സ്. ഒരു മനുഷ്യന്, ഒരു മുസൽമാന് കിട്ടുന്നത് 80,000 ബാലന്മാരാണ്. ഇവരുടെ പണ്ഡിതന്മാര് തമ്മിൽ തർക്കമാണ് ഈ ബാലന്മാരുടെ കൂട്ടത്തിൽ ലൈംഗിക ബന്ധം ചെയ്യാമെന്ന്. അത് വേറെ വിഷയമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെ കയ്യിൽ തെളിവുകളെല്ലാം ഉണ്ട്. ഈ ബാലന്മാരുടെ കൂട്ടത്തിലും ഓരോ മുസൽമാനും ലൈംഗിക ബന്ധം ചെയ്യാം.
ഇവിടെയുള്ള മുജാഹിദ് ബാലുശ്ശേരിക്കും MM അക്ബറിനും മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനും ഹാരിസ് മദനിക്കുമെല്ലാം ഈ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ ചേറിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ബാലന്മാരുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുമാകാം. ഒരു മുസൽമാൻ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ കയറി ചെല്ലുമ്പോൾ അവന് ഗർഭധാരണം ചെയ്യണമെങ്കിൽ, പ്രഗ്നന്റ് ആകണമെങ്കിൽ, ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ ആ സമയത്ത് തന്നെ അവൻ ചിന്തിക്കുമ്പോൾ തന്നെ അവൻ പ്രഗ്നന്റ് ആയി അവനൊരു കുഞ്ഞിനെ ജനിപ്പിക്കാനും അള്ളാഹു എല്ലാ കാര്യത്തിനും തീരുമാനം വരുത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇതൊന്നും അല്ല, പറഞ്ഞു വന്നത് ഇതാണ്, ഇസ്ലാമോഫോബിയ അല്ല. ഇസ്ലാം കൃത്യമായി ഇസ്ലാമോ ഫോർമീഡോ ആണ്. ഫോർമീഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഇറ്റ് ഈസ് എ ടെറർ, ഇറ്റ് ഈസ് എ ജെന്യുവിൻ ഫിയർ. It's a genuine fear of an inevitable threat that is standing in front of you. നമ്മുടെ മുൻപിൽ ഒരു 18 വീലർ വരുമ്പോൾ, ഞങ്ങൾക്കൊക്കെ ഇവിടെ ഞങ്ങൾ റെഗുലറായിട്ട് വണ്ടി ഓടിക്കുന്നവർ ഞങ്ങൾ കാണാറുണ്ട്. ഈ 18 വീലേഴ്സൊക്കെ നമ്മുടെ രണ്ട് സൈഡിൽ നിന്നും പോകുമ്പം യു ഫീൽ എ ബിറ്റ് ഇൻറ്റിമിഡേറ്റഡ്. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ പടുകൂറ്റൻ ഈ ട്രക്കുകളൊക്കെ പോകുമ്പോൾ ഇനീഷ്യലി യു വിൽ ഫീൽ ആൻ ഇൻറ്റിമിഡേറ്റഡ്. ഈ 18 വീലർ ട്രക്ക് നമ്മുടെ മുന്നിൽ നിന്നും കടന്നു വരുമ്പോൾ ആരും ഇത് ഫോബിയയാണ്, ഇത് എൻ്റെ മനസ്സിൻ്റെ ഒരു ചിന്താഗതിയാണ്, ധാരണയാണെന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. അവർ മാറും. കാരണം അവർക്കറിയാം 18 വീലറിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ചമ്മന്തിയായി പോകത്തേ ഉള്ളൂ, മനുഷ്യന് ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ഇസ്ലാം ഒരു ഫോബിയ അല്ല, ഇസ്ലാം ഈസ് എ ജെന്യുവിൻ ഫിയർ. ഈ വാക്ക് ഇസ്ലാമോ ഫോർമീഡോ എന്ന വാക്ക് നമ്മൾ കൂടുതൽ പ്രചരിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.